ഇവിടെ ഇല്ല. ഇന്ന് ഡേറ്റ് ഇത് മാർച്ച് മാസമാണ്, 12-ാം തീയതി, 24-ാമത്തെ വർഷം. ഇവിടെയൊക്കെ ഞാൻ അതിരുന്ന് താഴെയാണ് പൂർത്തി നട്ട് വെച്ചിരുന്നു. നമുക്കാരെയും അതിര് തുറക്കാൻ പാടില്ല. അത് നമ്മുടെ ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതും പ്രകാരം നടക്കുന്നവൻ അടുത്തവന് വിരോധമായി ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം എന്നെ ആ സെക്കൻഡ് പിടിക്കും. കടുകുമണിയോളം ഞാൻ തെറ്റ് ചെയ്താൽ സന്ധ്യയാകുന്നതിന് മുന്നിൽ എനിക്കതിന് ദൈവം ശിക്ഷ തരും. എനിക്കത് ഓർമ്മയുണ്ട്. ഇവിടെ നട്ട പൂർത്തിയും നമ്മൾ ചന്തയിൽ ചെന്ന് പറക്കി കൊണ്ടുവന്നത് ഒരു കായ്ക്ക് 70 രൂപ കൊടുത്ത് വാങ്ങുന്നതിന് നമുക്ക് ഭൂമി കിടക്കുന്നു. ഇതാ വാഴ നോക്ക്. ഇതിനെല്ലാം നശിപ്പിച്ച് ഞാൻ കരം കെട്ടുന്നത് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു തന്ന ഭൂമിയാണ്. നമ്മളാരെയും അടുത്തവരുടെ ഭൂമിയെ തുറക്കാനോ എടുക്കാനോ നശിപ്പിക്കാനോ പോയിട്ടില്ല. പാറശാല ചെന്നിട്ട് ഞാൻ ആ സ്കൂട്ടറിൽ വെച്ച് കൊണ്ടുവന്ന വാഴക്കന്ന് അതിന് വളമിട്ട് വെള്ളം കോരി ഇനി ഒരു 4-5 മാസം കഴിഞ്ഞാൽ കുലയ്ക്കേണ്ടതാണ്. മൊത്തം ഇല അറുത്ത് അതിനെ നശിപ്പിച്ചു. ഞാനാണെങ്കിൽ ഒരാളുടെ ഭൂമിയിൽ ആരെങ്കിലും ഇറങ്ങി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആരുടാന്ന് പറഞ്ഞ് ചോദിച്ച് ആ ഉടമസ്ഥൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള മനോഭാവമാണ് എനിക്കുള്ളത്. അടുത്തവൻ്റെ അതിര് തുറക്കാനോ അടുത്തവൻ്റെ കൃഷിയിടം നശിപ്പിക്കാനോ അടുത്തവനെ മോട്ടിക്കുന്നത് ഇതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയേണ്ടവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ഇതല്ലേ ഈ നാട്ടിൽ മഴ പെയ്യാതെയും ജനങ്ങൾക്ക് നന്മ വരാതെയും തലമുറകളുടെ വിദ്യാഭ്യാസം തകരുന്നതും തലമുറകൾ ഉയർച്ച പ്രാപിക്കാതെയും മനുഷ്യനായ നല്ല നല്ല ഡിഗ്രി എടുത്ത് ഉയർച്ച പ്രാപിച്ച് നല്ല വസ്ത്രം ധരിച്ചും നല്ല ഭക്ഷണം കഴിച്ചും നല്ല ഭവനം പണിതും നല്ല കുടുംബജീവിതം നയിച്ചും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകണം. ഇത് തെണ്ടിത്തനങ്ങളല്ലേ കാണിക്കുന്നത്. നല്ല ആൾക്കാരുമായിട്ട് സംസാര ശൈലി ശരിയില്ല, ദൈവഭയമില്ല, പ്രത്യേകിച്ച് ദൈവഭയമില്ല. ഒരു നേരമെങ്കിലും ബൈബിൾ എടുത്ത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തവനെതിരായിട്ട് ഈ ദ്രോഹം ചെയ്യാൻ പോകില്ല. ആരും പറഞ്ഞു തരണ്ട, നമുക്ക് ആ കറുത്ത വേദപുസ്തകത്തിലുണ്ട്. ആരും നമുക്ക് ഗുണദോഷം തരണ്ട. ആ കറുത്ത വേദപുസ്തകം ഒന്ന് എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പണ്ടുള്ളവർ പറഞ്ഞ മാതിരി അതങ്ങനെ ആ ക്യാൻസർ മാതിരിയുള്ള രോഗമില്ലേ, തലമുറ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ എന്നാൽ.